നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശാലിനി അല്ലേ പപ്പിയുടെ സത്യയുടെ അമ്മ? രണ്ടുപേരും ശാലിനിയുടെയും വിഷ്ണുവിന്റെയും മക്കളല്ലേ? ഇതിനൊക്കെ ചതിന്നല്ലാതെ പിന്നെ മറ്റെന്ത് വാക്കടി പറയുക? ജീവിതത്തിൽ നീ എന്നോട് കാണിച്ചിരിക്കുന്നത് മുഴുവൻ ചതിയും വഞ്ചനയുവാ. അല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? പറയടി, പറയാൻ പറ്റുമോന്ന്? ഞാൻ പറഞ്ഞല്ലോ രോഹിത്, ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചു പോയതല്ല. ഒരാവേശത്തിന്റെ പുറത്ത് എഴുതി പോയതാ. എന്നോട് ക്ഷമിക്ക്. നമുക്ക് നമ്മുടെ ജീവിതമല്ല രോഹിത്തെ വലുത്. സഹിച്ചും പുറത്തും ക്ഷമിച്ചുമല്ലേ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവേണ്ട. ഒരു സ്വപ്നം പോലെ നമുക്കിതെല്ലാം മറക്കാം രോഹിത്. ഇതിൽ പറയുന്നതെല്ലാം സത്യമാണെങ്കിൽ ഇതുവരെ വല്ലവന്റെ കൊച്ചിന്റെ തന്തയാക്കരുന്നില്ല എന്നെ. വാടക തന്ത. രോഹിത്, എന്നെ ഒന്ന് മനസ്സിലാക്ക രോഹിത്. ഞാൻ ചീത്തയായ ഒരു പെണ്ണല്ല രോഹിത്തിനെ ഞാൻ ചതിച്ചിട്ടുമില്ല. എന്റെ മനസ്സിൽ അന്നും ഇന്നും എന്നും എന്റെ ഭർത്താവ് എന്ന സ്ഥാനം രോഹിത്തിന് മാത്രമുള്ളതാ. അതെന്റെ മരണം വരെ അങ്ങനെ തന്നെ ആകുകയും ചെയ്യും. മനസ്സുകൊണ്ട് ഞാൻ എന്റെ രോഹിത്തിനെ ചതിച്ചിട്ടില്ല, രോഹിത്തിനെ ചതിക്കുകയില്ല. എന്ത് ലാഘവത്തോടെ അടി നീ ഇതൊക്കെ മറക്കാൻ പറയുന്നേ? സ്വന്തം ജീവിതം വെച്ച് ആരെങ്കിലും ഇങ്ങനെ ഒരു തീക്കളി കളിക്കുവോ? രോഹിത്തെ, ഞാൻ പപ്പിയുടെ അച്ഛൻ ശരിക്കും ആരടി? വിഷ്ണു അല്ലേ? അല്ലെന്ന് പറടി. വിഷ്ണു അല്ലേ പപ്പിയുടെ അച്ഛനെന്ന്? പപ്പിയെ സത്യം പ്രസവിച്ച ആരടി? പറടി, ആരാന്ന്? ശാലിനി അല്ലേ? ശാലിനി അല്ലേന്ന്? ശാലിനി അല്ലേ പപ്പിയുടെ സത്യയുടെ അമ്മ? രണ്ടുപേരും ശാലിനിയുടെയും വിഷ്ണുവിന്റെയും മക്കളല്ലേ? എടി അല്ലേന്ന്? എന്തുമാത്രം കള്ളങ്ങളാടി നീയും നിന്റെ വീട്ടുകാരൻ ചേർന്ന് നടത്തിയിട്ടുള്ളത്? പറ. ഇതിൽ എഴുതിയിരിക്കുന്ന മുഴുവൻ സത്യമാണെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടത് നീ മാത്രമല്ല, നീയും നിന്റെ അമ്മയും നിന്റെ കുഞ്ഞേച്ചിയും എല്ലാവരും കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യണം. എന്നെ ചതിച്ച ചതിയിൽ നിങ്ങൾക്ക് കുടുംബത്തോട് അതിൽ പങ്കുണ്ട്. നിന്റെ കുഞ്ഞേച്ചി നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ അനിയത്തിയുടെ ജീവിതം തകരാതിരിക്കാൻ ദാനം ചെയ്ത പുണ്യവതി. അതുകൊണ്ട് അവളും നിന്റെ അമ്മയൊക്കെ അറിയണം നിന്നെ ഞാൻ കൊന്നുവെന്ന്. നിന്റെ ജീവൻ ഞാൻ എടുക്കാനുള്ള കാരണം അവരും കൂടിയാണെന്ന് അവര് മനസ്സിലാക്കണം. മനസ്സിലായോ? ഇത്രയൊക്കെ എന്നെ ചതിച്ചിട്ട് ഇനി നീ ജീവിക്കണ്ട. വേണ്ട, നീയൊക്കെ മരിക്കുന്നതാടി നല്ലത്. അതും എന്റെ ഈ കൈ കൊണ്ടുള്ള മരണം.
ഈ കത്തെഴുതുന്നത് ഈ കുടുംബത്തിനാണ്. ഇവിടുള്ള ആർക്ക് വേണമെങ്കിലും ഈ കത്ത് വായിക്കാം. പപ്പി എന്റെ മകളല്ല. വിഷ്ണുവേട്ടനിൽ എന്റെ കുഞ്ഞേച്ചിക്ക് പിറന്ന ഇരട്ട കുട്ടികൾ. അതാണ് സത്യയും പപ്പിയും. അവർക്ക് ഈ വിവരം അറിയില്ല. എനിക്ക് കുട്ടികളുണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോ സത്യമ്മയുടെയും രോഹിത്തിന്റെ മുൻപിൽ എനിക്ക് ഗർഭിണിയായിട്ട് അഭിനയിക്കേണ്ടി വന്നു. അതെന്റെ ഗതികേടാ. പിന്നീട് ആ കള്ളം മറയ്ക്കാനായി ഇരട്ട കുട്ടികളെ പ്രസവിച്ച എന്റെ കുഞ്ഞേച്ചി ഒരു കുഞ്ഞിനെ എനിക്ക് വളർത്താൻ തന്നു. അതാണ് പപ്പി മോള്. ശ്യാമൻ, സത്യം പപ്പേ, എന്റെ മക്കളാ. പറ ശ്യാമൻ, സത്യം പപ്പേ, എന്റെ മക്കളാണോ? അതെ വിഷ്ണു ഏട്ടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.